ഡോക്ടർ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ നേരത്തെയുള്ള കോൺഗ്രസിൻ്റെ അവസ്ഥ, ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കോൺഗ്രസിൻ്റെ അവസ്ഥ പൂർണ്ണമായും മാറിയ പശ്ചാത്തലമുണ്ട്. രാഹുലിനൊപ്പം പ്രിയങ്കയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്തക്ക വിധം വളർന്നിരിക്കുന്നു. കാരണം നേരത്തെയൊക്കെ മക്കൾ രാഷ്ട്രീയമെന്നും കുടുംബ രാഷ്ട്രീയമെന്നും കുടുംബവാഴ്ചയെന്നും ഒക്കെ BJP തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരുന്നൊരു സമയമൊക്കെ നമുക്കറിയാം. നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ആരോപണമേ ഉണ്ടാകുന്നില്ല. കാരണം രണ്ടുപേരും ഇരുത്തം വന്ന നേതാക്കളാകുന്നു. ഈ തെക്ക് ഭാഗത്ത് പ്രിയങ്ക ഗാന്ധിയും വടക്ക് രാഹുലും വരുമ്പോൾ എന്താകും ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ മുന്നേറ്റത്തെ ഏത് രീതിയിൽ സഹായിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം രാഹുൽ ഇഫക്റ്റ് മാത്രമായിരുന്നില്ല, അത് പ്രിയങ്ക ഇഫക്റ്റ് കൂടിയായിരുന്നു, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ. അതുകൊണ്ട് കഴിവ് തെളിയിച്ച രണ്ട് നേതാക്കൾ തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അതുകൊണ്ട് പുതിയൊരു ഡൈനസ്റ്റിക് അപ്പീൽ എന്നൊന്നും പറഞ്ഞിട്ട് ഇനി വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതൊക്കെ പഴകിയ ആരോപണങ്ങളാണ്. സ്വന്തം നിലയിൽ തന്നെ രണ്ട് കാലിൽ നിൽക്കാറായ സ്വന്തം പാർട്ടിയെ സ്വന്തം ചുമലിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ത്രാണി പല തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയിട്ടുണ്ട്. പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും പ്രിയങ്ക ഇഫക്റ്റ് റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനും അമേഠിയിലെ കിഷോരിലാൽ ശർമ്മയുടെ വിജയത്തിനും, അതുമാത്രമല്ല മോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷമായി കുറച്ചുകൊണ്ടുവരുന്നതിന് വാരണസിയിൽ പോലും പ്രിയങ്കയുടെ സാന്നിധ്യം വളരെ വലിയ ഉണർവാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത് എന്നത് തീർച്ചയായും പരിഗണനാപരമായ വിഷയമാണ്. അതുകൊണ്ട് സ്വാഭാവികമായി പ്രിയങ്ക ഗാന്ധിയെ ഒരു പാൻ ഇന്ത്യ മുഖമായി അവതരിപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോഴത്തെ വയനാട്ടിലെ സാന്നിധ്യം. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ വയനാട് സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ തെക്ക് ഗാന്ധി കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം വരികയാണ്. വടക്ക് രാഹുൽ ഗാന്ധിയും തെക്ക് പ്രിയങ്ക ഗാന്ധിയും എന്നൊരു ഫോർമുല വരികയാണ്. ഇത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ തന്നെ ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തെക്കുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത് നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ്. ഇന്ദിരാഗാന്ധി തന്റെ റായ്ബറേലിയിലെ 1977 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം, അടിയന്തരാവസ്ഥയുടെ ശേഷം പരാജയപ്പെട്ട ഇന്ദിരാഗാന്ധി തന്റെ രാഷ്ട്രീയ പുനഃപ്രവേശനത്തിന് തെരഞ്ഞെടുത്തത് കർണാടകത്തിലെ ചിക്കമംഗലൂരാണെന്ന് ഓർക്കണം. അതുപോലെ സോണിയാഗാന്ധി കർണാടകത്തിലെ ബെല്ലാരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചതും നമ്മുടെ സമീപകാല ഓർമ്മ തന്നെയാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി മേഡക് സീറ്റിൽ മത്സരിച്ചത്, സോണിയാഗാന്ധി മേഡക് സീറ്റിൽ മത്സരിച്ചതും തീർച്ചയായും പരിഗണനാ വിഷയമാണ്. അതുകൊണ്ട് തെക്ക് ഗാന്ധി കുടുംബത്തിന് ഒരു ഫുട് ഹോൾഡ് തെക്കൻ പ്രദേശങ്ങളിൽ, അത് ആന്ധ്രയാകാം, തെലങ്കാനയാകാം, കർണാടകമാകാം, കേരളമാകാം, ഈ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുക എന്നത് ഒരു നയമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നയത്തിൽ ഒരു ചെറിയ മാറ്റം ഇവിടെ വരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഗാന്ധി നെഹ്റു ഫാമിലിക്ക് സ്വീകാര്യനായ ഒരാൾ വരികയും, എന്നാൽ പാർലമെന്ററി പോളിറ്റിക്സിലേക്ക് സാമാജികരായി ഗാന്ധി നെഹ്റു ഫാമിലിയിലെ ഇളമുറക്കാരെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും 3 പേർ, കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫാമിലിയിലെ 3 പേർ പാർലമെന്റിൽ അംഗങ്ങളാകുന്നത്. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും അംഗങ്ങളായ സമയമുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അംഗങ്ങളായ സമയങ്ങളുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭയിലെ അംഗങ്ങളാകാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പാർട്ടി നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോഴും പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഗാന്ധി നെഹ്റു ഫാമിലി തന്നെയാണ്. അവിടെയാണ് സാർ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയാണ് കോൺഗ്രസ് എന്നും കുടുംബവാഴ്ചയാണ് കോൺഗ്രസിലെന്നും ഒക്കെ തുടർച്ചയായി പരിഹരിച്ചുകൊണ്ടിരുന്ന BJPക്ക് ഇപ്പോൾ അത്തരത്തിലുള്ള പരിഹാസത്തിനുള്ള അവസരമില്ലാത്ത അവസ്ഥയാണ്. ആ പരിഹാസം ഏറെ കാലമായി ആ പരിഹാസമുണ്ട്. ഇനി ആ പരിഹാസത്തിന് മൂർച്ച നഷ്ടപ്പെടുകയാണ്. കാരണം അതാണ് കോൺഗ്രസിന്റെ ഓപ്പറേഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓപ്പറേഷണൽ സിസ്റ്റം അല്ല. അതത് പാർട്ടികൾക്ക് അത് ഡൈനസ്റ്റിക് ആകണോ, അതോ മറ്റ് ജനകീയ അടിത്തറയുള്ള മറ്റാളുകളെ ഈ കുടുംബപരമല്ലാതെ വളർത്തിക്കൊണ്ട് വരണമോ എന്നെല്ലാം ഉള്ളത് അതത് പാർട്ടികളുടെ തീരുമാനമാണ്. അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കും വിജയിക്കാനാവൂ. അപ്പൊ ഡൈനാസ്റ്റിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സപ്പോർട്ടേഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പിന്തുടർച്ചക്കാർ, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേബിൾ കോൺഗ്രസ് ലീഡർഷിപ്പ് ആണ് എങ്കിൽ അതിൽ ജനാധിപത്യ വിരുദ്ധമായി ഒന്നും തന്നെയില്ല. അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് സ്വാഭാവികമായും BJPക്ക് പറയാവുന്നതാണ്. എല്ലാ പാർട്ടികളിലും ഡൈനാസ്റ്റിക് അപ്പീലുണ്ട്. BJPയുടെയും BJPയുടെ സഖ്യകക്ഷികളുടെയും എല്ലാം ഭാഗത്തു നിന്ന് തന്നെ തീർച്ചയായും ഡൈനസ്റ്റി, കുടുംബപരമായ കാൻഡിഡേറ്റ് ഉണ്ടാകുന്നു. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അധികാരം ജനാധിപത്യപരമായി കൈമാറുന്ന ഒരു രീതി, അത് ജനാധിപത്യത്തിൽ അനുവദനീയമാണ്. കാരണം ഇതാരും തന്നെ പുറപ്പുറത്തു നിന്നും കെട്ടി ഇറക്കുന്നതല്ലല്ലോ. ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച് വോട്ട് നേടി മാത്രം ജയിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ അതിനെ തീർച്ചയായും വിമർശിക്കാം എന്നതിൽ ഉപരിയായി
മറ്റു കുറ്റങ്ങൾ കണ്ടെത്താനാവാത്ത ഒരു സംവിധാനമാണത്. തീർച്ചയായും നന്ദി ശ്രീ മോഹൻ വർഗീസ്. ശ്രീ പി കെ ഫിറോസ്